സുമതി വളവ് സിനിമാ വിവാദത്തിൽ തിരക്കഥാകൃത്ത് അഭിലാഷ് പിള്ളയുടെ വാദങ്ങൾ തള്ളി നിർമ്മാതാവ് മുരളി കുന്നംപുറത്ത്. അഭിലാഷ് പിള്ള കള്ളം പറയുകയാണെന്ന് മുരളി കുന്നംപുറത്ത് ന്യൂസ് 18നോട് പ്രതികരിച്ചു. അഭിലാഷ് പിള്ളയോട് കടം വാങ്ങിയിട്ടില്ല, വീടും കാറും വിറ്റ് കടങ്ങൾ വീട്ടും. ഇപ്പോഴുണ്ടായ സംഭവങ്ങളിൽ ഉണ്ണി മുകുന്ദന് പങ്കില്ലെന്നും മുരളി പറഞ്ഞു. അഭിലാഷ് പിള്ള വാർത്ത പറഞ്ഞ കാര്യങ്ങളിൽ ഞാൻ മുഴുവൻ കേട്ടിട്ടില്ല. ഞാൻ കുറച്ച് കാര്യങ്ങൾ കേട്ടിട്ടുള്ളൂ. ആ കേട്ട കാര്യം ഞാൻ ക്ലാരിറ്റി തരാം. ഒന്ന്, ഉണ്ണി മൂന്നനാണ് ഇതിൻ്റെ മുന്നിൽ പ്രവർത്തിച്ചത്. ഒരിക്കലും ഉണ്ണി മൂന്നനെ വിളിച്ചിട്ട് ചേട്ടാ ജയസൂര്യൻ എന്നെ വിളിച്ചിരുന്നു, അതുപോലെ ഉണ്ണി മൂന്നനെ വിളിച്ചിട്ട് ഇത് കേട്ടുന്ന സംഭവം നിങ്ങൾ വിഷമിക്കണ്ട, എന്തെങ്കിലും നിങ്ങൾ ഡേറ്റ് ഞാൻ തരാം, പടം ചെയ്യൂ, സത്യമായിട്ട് പറഞ്ഞതാണ്. അല്ലാണ്ട് ഉണ്ണി മൂന്നനൊക്കെ വെറുതെ ഇതിൽ വിളിച്ചേക്കണ്ട. ഉണ്ണി മൂന്നനെ ഡയറക്റ്റ് എന്നോട് പറഞ്ഞത് വേറെ ആൾക്കാരാണ്. അത് പറഞ്ഞത് അത് അഭിലാഷ് പിള്ള പോലും ഒരു സമയത്ത് എന്നോട് സമ്മതിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവർ പറഞ്ഞില്ലേ 3 കോടി എനിക്ക് ഇതിന് മുന്നേ കിട്ടിയെന്ന്, സിനിമ ഷൂട്ടിങ്ങിന് മുന്നേ, അതൊന്നും തെളിയിക്കണം. 1 കോടി രൂപ കിട്ടിയിരുന്നു പ്രോഡ് പിക്ചേഴ്സിന് എടുക്കുന്നത്. അതൊക്കെ വിഷ്ണു വഴി, സിൻസിയർ വഴി, സിൻസിയറിൻ്റെ കമ്പനി വഴി ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അവർക്ക് 6 ലക്ഷം സംതിങ് നമ്മൾ കമ്മീഷൻ കൊടുത്തിട്ടുണ്ട്. 1 കോടീൻ്റെ നല്ല ആൾക്കാരാണ് അവർ. സിൻസിയർ, ശ്യാം, അവരാണ് നമ്മളെ സപ്പോർട്ട് ചെയ്തത്. 1 കോടി കിട്ടിയിട്ടുണ്ട്, സത്യമാണ്. 3 കോടി കിട്ടിയെന്നത് അഭിലാഷ് പിള്ള. അതെങ്ങനെയാണ് അഭിലാഷ് പിള്ള എന്നോട് പറയുന്നത്? പിന്നെ അച്ഛന് സുഖ സമയത്ത് എനിക്ക് 3 ലക്ഷം അയച്ചെന്ന് പറഞ്ഞു. ഞാൻ നവംബർ 21 അയച്ചു കൊടുത്ത പൈസയാണ് എനിക്ക് തിരിച്ചു. എൻ്റെ പേഴ്സണൽ അക്കൗണ്ട് വഴി തന്ന 3 ലക്ഷം വഴി ആ പേഴ്സണൽ അക്കൗണ്ട് 3 ലക്ഷം തിരിച്ചു വന്നു. അത്രയേ ഉള്ളൂ. എന്തിനാണ് ഇങ്ങനെ കള്ളം പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. 20/11/2024 അഭിലാഷിൻ്റെ സൗത്ത് ഇന്ത്യൻ ബാങ്കിലെ അക്കൗണ്ടിൽ SIBL സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഓഫ് ലിമിറ്റഡ് അക്കൗണ്ടിൽ 3 ലക്ഷം അയച്ചു കൊടുത്തു. ആ പൈസയാണ് അഭിലാഷൊക്കെ തിരിച്ചു തന്നത്. അതായത് അച്ഛൻ സുഖാന്ത കടന്നെന്ന് പറഞ്ഞിട്ട് ആ പൈസ എനിക്ക് തിരിച്ചു തന്നത്. അല്ലാണ്ട് അഭിലാഷ് പിള്ള എനിക്ക് പൈസ ഒന്നും കടന്നില്ല. 15 കോടി ബിസിനസ് ഈ സിനിമയ്ക്ക് നടത്തിയിരുന്നു. ഈ സിനിമയിൽ ബിസിനസ് നടത്തിയിരുന്നു. ഇതിൻ്റെ സിനിമ നഷ്ടമാണ്. 22 കോടി 54 ലക്ഷം രൂപ വിത്ത് GST. ഈ കണക്ക് എവിടെയാണ് ഞാൻ കാണിക്കേണ്ടത്? അവർ ചാർട്ടേഡ് അക്കൗണ്ട് വിളിച്ചോ, എൻ്റെ ചാർട്ടേഡ് അക്കൗണ്ട് ഇരുന്നോ? എവിടെയാണ് കണക്ക് കാണിക്കുന്നത്? ഞാൻ കണക്ക് കാണിക്കാൻ. പിന്നെ ഇന്നലെ നിങ്ങളെൻ്റെ കഴുത്തിലുള്ള ഒരു മാല ഉണ്ടായിരുന്നു. സത്യം ജീവിക്കാൻ പൈസയില്ല. ഇന്നിപ്പം അത് പണയം വെച്ച ലിസ്റ്റാണ്. ഇന്ന് നമ്മൾ ഡ്രൈവർ രോഹിത്ത് കൊണ്ടുപോയിട്ട് പണയം വെച്ച റെസീറ്റാണ്. അത്രയ്ക്ക് ബുദ്ധിമുട്ടില്ല ഞാനിവിടെ അനുഭവിക്കുന്നത്. അല്ലാണ്ട് എനിക്ക് അവരെ തേജാവധം ചെയ്യാനോ ഒന്നുമല്ല. ഞാൻ എൻ്റെ അവസ്ഥയാണ് പറഞ്ഞത്. എൻ്റെ അവസ്ഥ ഞാൻ പറഞ്ഞത്, എൻ്റെ സിറ്റുവേഷൻ. അല്ലാണ്ട് എനിക്ക് അഭിലാഷ് പിള്ളേനെ ഇതിപ്പോൾ ഞാൻ പറയണ്ട. അവരെ ഒരു മൈൻഡും ഇല്ല. അവരെ സ്വന്തം കാര്യം, അവർക്ക് എന്തെങ്കിലും ഒരു പരിഹാരം കാണുന്നുണ്ട്. ഈ പൈസ നഷ്ടം ഞാൻ എവിടുന്ന് സഹിക്കും? ഇവിടുന്ന് എങ്ങനെ ഉണ്ടാക്കും? നിങ്ങൾ പറ. ആദ്യമേ 22 കോടി അറിയാൻ ഞാൻ ഈ പരിപാടിക്ക് കാര്യം നിൽക്കുക. ആദ്യം ഒരു 6 കോടി 7 കോടി പടം പറഞ്ഞു. 6 കോടി എന്ന് പറഞ്ഞിട്ട് 5.5 കോടി ഒരു പടം തീർക്കുക. കുഞ്ചാക്കോവൻ ആണ് നായകൻ. ഇവർ കുഞ്ചാക്കോവൻ്റെ കുറേ നടന്നു. കുഞ്ചാക്കോവൻ കഥ പോലും കേൾക്കാൻ തയ്യാറായിട്ടില്ല. എന്നിട്ട് അത് അർജുന അശോകൻ്റെ സുമതി വളവ് ചെയ്യാൻ സുമതികളുടെ കഥ കേട്ട് 1 ലൈൻ എടുത്ത് ഞാൻ ഭയങ്കര ഇൻട്രസ്റ്റഡായി. അപ്പോൾ നമുക്ക് 7 കോടി 7.5 കോടിയൊക്കെ തീർക്കാൻ പറഞ്ഞു. പിന്നെ ഒരു പ്രൊഡക്ഷൻ കൺട്രോൾ വന്നിട്ട് 13 കോടിക്ക്, പിന്നെ ഒരു ഗിരീഷേട്ടൻ വന്നിട്ട് 12 കോടി ചെയ്യാൻ പറഞ്ഞു. പിന്നെ എല്ലാവരും കയ്യിൽ നിന്ന് പോയി. 84 ദിവസം ഷൂട്ട് ചെയ്ത പടം, 84 ഡേയ്സ് ഷൂട്ട്. ഇത് ബാഹുബലിയെ പോലെ 84 ഡേയ്സ്. പിന്നെ മ്യൂസിക് 24 60 ലക്ഷം കിട്ടിയത് പറഞ്ഞ് 3 കോടി കിട്ടിയെന്ന് പറഞ്ഞില്ലേ. എനിക്ക് മുന്നേ കിട്ടിയത് തെളിയിക്കേണ്ടതുണ്ട്. 1 കോടി 5 പൈസ കിട്ടില്ല. ബാക്കിയൊക്കെ ഷൂട്ടിംഗ് സമയത്താണ് കിട്ടുന്നത്. അതൊക്കെ അന്നേരത്തെ ഷൂട്ടിംഗ് സെറ്റിലേക്ക് പോകുന്നുണ്ട്. ഇത് കിട്ടാൻ കാരണം രഞ്ജിൻ രാജ് എന്ന് പറഞ്ഞൊരു മ്യൂസിക് ഡയറക്ടർ കഴിവുകൊണ്ടെന്ന്. അല്ലാണ്ട് അഭിലാഷ് പിള്ളേൻ്റെ എൻ്റെയോ ആരും കഴിവുകൊണ്ടല്ല. അത് പാട്ട് കേട്ടിട്ട് മ്യൂസിക് 24 സമീർ വന്ന് പാട്ടൊക്കെ കേട്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് എടുത്തത്. അതാ മ്യൂസിക് ഡയറക്ടർ കഴിവാണ്, എൻ്റെ അല്ല. പക്ഷേ അത് ആർക്ക്, നമ്മളൊക്കെ മനുഷ്യന്മാരല്ല. സത്യമായി അന്ന് ആത്മഹത്യ തീരുമാനിച്ചതന്നെയാണ്. അന്ന് ഞാൻ ഇവരെ പിറ്റേന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഞാൻ എങ്ങനെയും ഇപ്പോഴും എനിക്ക് ധൈര്യം കിട്ടി. കുറേ ആൾ എനിക്ക് സപ്പോർട്ട് ചെയ്തു. ഞാൻ ആ ഡോക്ടറെ കണ്ടു, മാനസികമായിട്ട് ട്രീറ്റ്മെൻറ്റ് കുറച്ച് ധൈര്യം കിട്ടി. മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥനെതിരായ സൈബർ ഭീഷണിയിൽ കേസ്. സൈബർ ക്രൈം പോലീസാണ് കേസെടുത്തത്. 8 ഫേസ്ബുക്ക് അക്കൗണ്ടുകൾക്കെതിരെയാണ് കേസ്. മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥനായ സന്ദീപ് ശശിധരന്റെ പരാതിയിലാണ് കേസെടുത്തത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.